പവൻ ഗോൾഡ് തിരൂർ. ഏറ്റവും ഉദാഹരണമാണ് ഇന്നും നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ഒരു ഭാഗത്ത് അധ്യാപകർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ പുതിയതായിട്ടൊന്നുമല്ല, സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ ഒരു തൊഴിലാളി വിഭാഗമായ അധ്യാപക സമൂഹത്തിന് ലഭ്യമായി കൊണ്ടിരിക്കുന്ന നിരവധി ആനുകൂല്യങ്ങൾ, അത് DA ആണെങ്കിലും ശമ്പള പരിഷ്കരണ അരിയറാണെങ്കിലും എന്തിന് പേപ്പർ വാല്യുവേഷൻ്റെ റെമ്യൂണറേഷനെങ്കിൽ പോലും പരിശീലനത്തിൻ്റെ റെമ്യൂണറേഷൻ ആണെങ്കിൽ പോലും അങ്ങനെ നിലവിൽ അധ്യാപകർക്കും ജീവനക്കാർക്കും കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയുടെ പേരിൽ തടഞ്ഞു വെക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് അധ്യാപക പരിശീലനങ്ങൾ പ്രഹസനങ്ങളാകുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് IT സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് വിരൽത്തുമ്പിൽ വിജ്ഞാനം കോർത്തിണക്കിക്കൊണ്ട് അതിവേഗം വിവരസാങ്കേതികയുടെ ലോകത്തേക്ക് കുട്ടികളും നമ്മുടെ സമൂഹവും മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ ഇന്നും ഒരു 15 വർഷത്തെയും 20 വർഷത്തെയും പഠനതന്ത്രങ്ങളും പഠന പ്രവർത്തനങ്ങളും പാഠ്യപദ്ധതിയുടെ ഉള്ളടക്കവുമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അധ്യാപക പരിശീലനങ്ങൾ പോലും ഇന്നും മാറ്റമില്ലാതെ തുടരുകയാണ്. അധ്യാപക പരിശീലനങ്ങൾ പ്രഹസനങ്ങളാക്കരുത് എന്നും പാഠപുസ്തകങ്ങൾ കുറ്റമറ്റ രീതിയിലുള്ളതാകണമെന്നും ഈ കാലഘട്ടത്തിന് മത്സര ബുദ്ധിയോടുകൂടി മുന്നോട്ട് പോകുന്ന പുതിയ തലമുറ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ വിദ്യാഭ്യാസം കൂടിയാലോചനകൾക്ക് വിധേയമായി പാഠപുസ്തകങ്ങളും പഠന പ്രവർത്തനങ്ങളും തയ്യാറാക്കണമെന്നും ഒരു ജനാധിപത്യ രീതിയിൽ സംഘടനകളുമായി കൂടിയാലോചിച്ചുകൊണ്ട് ഈ വിദ്യാഭ്യാസ മേഖലയിൽ സമൂല മാറ്റങ്ങൾക്ക് സർക്കാർ തയ്യാറാകണമെന്നും ഒക്കെയുള്ള അതിശക്തമായ നിലപാട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ഈ സമ്മേളനത്തിൽ മുന്നോട്ട് വെക്കുന്നുണ്ട്. വിദ്യാർത്ഥികളിലും രക്ഷിതാക്കൾക്കും ഏറെ ആശങ്ക ഉണ്ടാകുമ്പോൾ ഒരു മത്സര അന്തരീക്ഷം വിദ്യാഭ്യാസ മേഖലയിൽ അതിനെ നേരിടാൻ പര്യാപ്തമായ വിദ്യാഭ്യാസ സമ്പ്രദായം ഇന്ന് നിലവിലില്ല. തൊഴിലിനോട് ഏറ്റവും അധികം വിധേയത്വവും അതിനോട് മമതയുമൊക്കെ കാണിക്കുന്ന അധ്യാപക സമൂഹം അതിനുവേണ്ടി കഠിന പ്രയത്നം നടത്തുമ്പോൾ അവരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെക്കുകയും നിഷേധാത്മകമായ നിലപാടുകൾ സ്വീകരിക്കുകയും അനാവശ്യമായ അച്ചടക്ക നടപടികളിലേക്ക് കടക്കുകയും പരീക്ഷകളിൽ പോലും ഇന്നലെ നടന്ന IT പരീക്ഷ മലപ്പുറം ജില്ലയിൽ ഇന്നലെ IT പരീക്ഷയ്ക്ക് നിശ്ചയിച്ച ദിവസമാണ് ഇന്നലെ. ആ പരീക്ഷ നടത്താൻ അധ്യാപകർ റിലീവ് ചെയ്ത് കേന്ദ്രങ്ങളിൽ എത്തുമ്പോഴാണ് മനസ്സിലായത് പരീക്ഷ ഇന്ന് സാങ്കേതിക തകരാർ മൂലം ഇന്ന് നടത്താൻ സാധ്യമല്ല എന്ന്. ആ അധ്യാപകരോട് വീണ്ടും ഉദ്യോഗസ്ഥ തലത്തിൽ വന്ന നിർദ്ദേശം അവർ വീണ്ടും തിരിച്ച് വിദ്യാലയത്തിലേക്ക് വരണമെന്നാണ്. അങ്ങനെ പരീക്ഷയാണെങ്കിൽ പോലും ചോദ്യപേപ്പറുകളാണെങ്കിൽ പോലും അതിനെ ഗൗരവത്തോടു കൂടി കാണുകയും ആ ഗൗരവത്തോടു കൂടി നടപ്പിലാക്കുകയും അധ്യാപകരുടെ ആനുകൂല്യങ്ങളും അധ്യാപകരുടെ അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് അധ്യാപകരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അധ്യാപകരുടെയും സർക്കാരിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും കൂട്ടുത്തരവാദിത്തമാണ് എന്ന ബോധ്യത്തോടു കൂടി ഈ വിദ്യാഭ്യാസ മേഖലയെ സമ്പുഷ്ടമാക്കണമെന്നാണ് KPSTയുടെ പ്രമേയം ജില്ലാ സമ്മേളനത്തിൽ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ വിദ്യാർത്ഥികൾക്ക് വേണ്ടി രക്ഷിതാക്കൾക്ക് വേണ്ടി നിലവിലുള്ള പഠന സംവിധാനത്തിൽ സമൂലമായ അഴിച്ചുപണി നടത്തിക്കൊണ്ട് ഒരു ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ചുവട് പിടിച്ച് മുന്നോട്ട് പോകുന്ന സമൂഹവും രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു ആധുനിക സമൂഹത്തിൽ അതിന് പര്യാപ്തമായ രീതിയിൽ വിദ്യാലയത്തെയും വിദ്യാലയ പ്രവർത്തനത്തെയും മുന്നോട്ട് കൊണ്ടുപോവുകയും ആ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ അതിനെ സംരക്ഷിച്ചു നിർത്തേണ്ട വലിയ ഉത്തരവാദിത്തം അധ്യാപകർക്കും അധ്യാപക സംഘടനകൾക്കും ഉണ്ട് എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായി കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഈ സമ്മേളനങ്ങൾ ഒന്നടങ്കം അത്തരത്തിലുള്ള വിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനത്തിന് വിദ്യാർത്ഥികളുടെ വികസനത്തിന് സമൂലമായ മാറ്റത്തിന് ഒക്കെ അതിൻ്റെ സെമിനാറിലും ചർച്ചകളിലുമൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് പറയുന്നു. എല്ലാ പത്ര ദൃശ്യ മാധ്യമ സുഹൃത്തുക്കളെയും കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി വളരെ സ്നേഹത്തോടു കൂടി ആർദ്രമായി സ്വാഗതം ചെയ്യുന്നു സമ്മേളന നഗരിയിലേക്ക്. നിങ്ങളുടെ പിന്തുണ, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ, ഉപദേശങ്ങളൊക്കെ വിദ്യാഭ്യാസ മേഖലയ്ക്കും അധ്യാപക സംഘടനയ്ക്കും എക്കാലത്തും ഉണ്ടായിട്ടുണ്ട്. ഇനിയും പ്രത്യേകിച്ച് തിരൂരിലുള്ള വിവിധ പത്രദൃശ്യ മാധ്യമങ്ങളുടെ സുഹൃത്തുക്കൾ ഈ സമ്മേളനത്തിൽ കൂടെ ഉണ്ടാകണം. വിലക്കുറവിന്റെ വിപ്ലവം ഇപ്പോൾ KK ജംഗ്ഷൻ പൊന്നാനിയിലും. 200 രൂപയുടെ ലാഭമേള, 5 രൂപ മുതൽ തുടങ്ങുന്ന മറ്റു വിലയിലുള്ള ഉൽപ്പന്നങ്ങളും. ന്യൂ ബോൺ, കിഡ്സ് വെയർ, ലേഡീസ് വെയർ, ജെന്റ്സ് വെയർ, റെഡിമെയ്ഡ് ഐറ്റംസുകളുടെ വലിയ കളക്ഷനുകൾ, പ്ലാസ്റ്റിക് ഐറ്റംസുകൾ, ഫ്ലോർ മാറ്റ്, വിവിധ ഡിസൈനിലുള്ള കർട്ടൻ, ഫോട്ടോ ഫ്രെയിം, സ്റ്റീൽ ആൻഡ് അലുമിനിയം പാത്രങ്ങൾ, ചൈനീസ് ഹൗസ് ഹോൾഡ് ഐറ്റംസുകൾ, ടെക്സ്റ്റൈൽസ്, ക്രോക്കറി തുടങ്ങിയ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ ഓരോ 500 രൂപയുടെ പർച്ചേസിനൊപ്പം സ്വന്തമാക്കൂ സമ്മാന കൂപ്പൺ.
കൂപ്പൺ മെഗാ നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കൂ ഗോൾഡ് കോയിൻ. വിശാലമായ പാർക്കിംഗ് ഏരിയ. 200 രൂപയുടെ ലാഭമേള. KK ജംഗ്ഷൻ, എടപ്പാൾ റോഡ്, പൊന്നാനി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE.